ശ്രീകൃഷ്ണദാസ്, ഞാനിപ്പോൾ അവസാനം സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇംഗ്ലീഷ് പത്രങ്ങളിൽ, ദേശീയ ദിനപത്രങ്ങളിൽ കേന്ദ്ര സർക്കാർ കൊടുത്ത ഒരു പരസ്യത്തിൻ്റെ വളരെ അനുചിതമായിട്ടുള്ള ഒരു സമീപനത്തെയാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. അത് ഒരു വിഴിഞ്ഞം പോലൊരു പദ്ധതിയുടെ കാര്യത്തിൽ ഇങ്ങനെയായിരുന്നോ കേന്ദ്ര സർക്കാർ പെരുമാറേണ്ടിയിരുന്നത് എന്ന ചോദ്യം ആ പരസ്യം ഉയർത്തുന്നുണ്ട്. കേരളത്തിൻ്റെ വലിയ മുതൽ മുടക്ക്, കേരളത്തിൻ്റെ അതിലെ വലിയ ഇനിഷ്യേറ്റീവ്, ഇതിനെയെല്ലാം പാടെ തിരസ്കരിച്ചുകൊണ്ടും ആണോ ഇക്കാര്യത്തിൽ ഒരു പരസ്യം കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയാൽ മാധ്യമങ്ങൾക്ക് കൊടുത്താൽ ചെയ്യേണ്ടത്? അല്ല, കേരള സർക്കാരിന്റെ എന്തെങ്കിലും മുതൽ മുടക്കില്ല എന്ന പരസ്യത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. രണ്ടാമത്തത്, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ പ്രധാനമന്ത്രി ഉദ്ഘാടകൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ ചിത്രം വെച്ച് പരസ്യം കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ എന്നുള്ള കാര്യവും എനിക്കറിയില്ല. അത് നിങ്ങൾ തന്നെ വിശകലനം ചെയ്യേണ്ടതാണ്. അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയോടോ അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടോ പ്രധാനമന്ത്രിയെ വിളിക്കാതിരുന്നു കൂടെ എന്ന് ചോദിക്കേണ്ട ചോദ്യമാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വരുമ്പോൾ സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന എഫർട്ട് ഏത് കാര്യത്തിലാണോ ആ കാര്യത്തിൽ, അത് സുരക്ഷയുടെ കാര്യത്തിലാണെങ്കിലും പ്രചരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും പ്രധാനമന്ത്രിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നിലപാടോ അതല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എടുക്കുന്ന നിലപാടുകളോ അതാണ് സുപ്രധാനമായും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയെ സംബന്ധിച്ചുള്ളത്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിവേചനമോ ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്രമത്തിൽ വീഴ്ചയോ ഒന്നും സാധാരണ നിലക്കുണ്ടാവാറില്ല. സ്വാഭാവികമായും ഈ പദ്ധതിയുടെ ഉദ്ഘാടന സമയത്താണെങ്കിലും ഉദ്ഘാടനത്തിന്റെ കാര്യത്തിലാണെങ്കിലും അത് അതിന്റെ ചട്ടങ്ങളും അതിന്റെ നയങ്ങളും നിയമാവലികളും എല്ലാം പാലിച്ചുകൊണ്ട് കൃഷ്ണദാസ്, നടക്കുക. ഇത് സാധാരണ പൊതുജനങ്ങൾക്ക് മുൻപിലേക്ക് പോകുന്ന പരസ്യമാണ്. ആ പരസ്യം കണ്ടാൽ അങ്ങനെ ഒന്നുമല്ല തോന്നുക. അതിനകത്ത് ഒരു സംസ്ഥാനത്തിൻ്റെ വലിയ മുതൽ മുടക്ക്, അതിനകത്ത് ആകെ ചെലവായ അല്ലെങ്കിൽ അതിൻ്റെ മുതൽ മുടക്കിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത്തരം ബാക്കി പല കാര്യങ്ങളും വിശദീകരിക്കുന്ന ഒരു പദ്ധതിയിൽ ഒരു ക്രെഡിറ്റ് നേടിയെടുക്കുക എന്ന രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി ഒരു പരസ്യം ചെയ്യുന്ന നിലയിൽ വളരെ പ്രകടമാണത്. അങ്ങനെ ആയിരുന്നില്ല രാജ്യത്തിൻ്റെ ഒരു പദ്ധതി. അതിൽ 3 കക്ഷികളാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. 3 കക്ഷികളുടെയും പങ്കാളിത്തത്തെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ നാടിനുള്ളപ്പോൾ, കണക്കുകൾ ഉള്ളപ്പോൾ, അത് ആ നിലയിൽ അതിന് ഒരു പരസ്യം ചെയ്യുന്നതിലായിരുന്നു രാജ്യത്തെ സർക്കാർ മാതൃകാപരമായി പെരുമാറേണ്ടിയിരുന്നത്. അല്ലാതെ ഒരു ക്രെഡിറ്റ് തട്ടിയെടുക്കും വിധത്തിലേക്കത് പരിമിതപ്പെടാൻ പാടില്ലായിരുന്നു. ബഹുമാനപ്പെട്ട ശരത്, അങ്ങയെ പോലുള്ള ഒരാൾ, അതും കൈരളി പോലുള്ള ഒരു ചാനലിൽ ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്ന ഒരു പരിപാടി, അതൊരു PPP ആയി നടക്കുന്ന ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് കൂടി അതിന്റെ പങ്കാളിയായിട്ടുള്ള ഒരു പ്രോജക്ട്, ഗ്യാപ്പ് ഫയബിലിറ്റി ഫണ്ട് അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു പദ്ധതിയെ കുറിച്ച് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി വരാനിരിക്കുമ്പോൾ നിങ്ങളുടെ ചാനൽ ഈ തരത്തിൽ ഒരു അനൗചിത്യപരമായ ചർച്ച നടത്തുന്നത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾ സ്വയം അല്ല, ഒരു പിശക് കണ്ടാൽ അത് ചൂണ്ടിക്കാട്ടുക ഉത്തരവാദിത്വമല്ലേ? നാളെ കേരള സർക്കാരിൻ്റെ ഒരു പരസ്യം വന്നാൽ, മന്ത്രി തന്നെ പറഞ്ഞു കേരളത്തിൻ്റെ പരസ്യം വരുന്നുണ്ട്, നോക്കൂ ഇത് കേരളമാണ് ഇതിൽ 60% മുതൽ മുടക്ക് നടത്തിയത് എന്ന നിലയിൽ കേരളത്തിൻ്റെതായ നിലയിൽ മാത്രമായി ഒരു പരസ്യം കേരളം കൊടുക്കുമോ? കൊടുക്കില്ല എന്ന നല്ല ധാരണ, നല്ല ബോധ്യമുള്ള മലയാളികളല്ലേ നമ്മളൊക്കെ. അതിൽ വരുന്ന പ്രധാനമന്ത്രിക്ക് വേണ്ടി കാത്തിരുന്ന്, പ്രധാനമന്ത്രിയുടെ ഡേറ്റ് കിട്ടാൻ വേണ്ടി കാത്തിരുന്ന്, രാജ്യത്തിൻ്റെ മദർ പോർട്ടായി വിഴിഞ്ഞത്തെ ഒരു സംസ്ഥാനം 60%-ലധികം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടും പ്രധാനമന്ത്രി അടക്കം വന്ന് ഇത് രാജ്യത്തിൻ്റെതായി മാറണം എന്ന നിലയിൽ കേരളം നിന്നു. നാളെ കേരളത്തിൻ്റെ ഒരു പരസ്യം വന്നാൽ എങ്ങനെയാവും കേരളം ആ പരസ്യത്തെ ട്രീറ്റ് ചെയ്യുക? ആ പരസ്യത്തിൽ അദ്ദേഹം അടക്കമുള്ള രാജ്യത്തിൻ്റെ ഒരു പൊതുസ്വത്തായി ആ പരസ്യം സ്വാഭാവികമായി വരില്ലേ? പക്ഷേ ആ നിലയ്ക്ക് പ്രധാനമന്ത്രിയുടെ, കേന്ദ്ര സർക്കാരിൻ്റെ പരസ്യം വന്നോ എന്നുള്ളതാണ് ചോദ്യം. ശ്രീകൃഷ്ണദാസ്, സ്ഥലത്തെ ഞാനതാ സൂചിപ്പിച്ചത്, പ്രധാനമന്ത്രി ഏതെങ്കിലും ഒരു സംവിധാനത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്ര പണം ചെലവാക്കി എന്ന പരസ്യത്തിൽ പറയുന്നുണ്ടോ? വിശദാംശങ്ങളുണ്ട്. അല്ല, ഞാൻ അങ്ങയോട് ചോദിക്കുന്നത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളല്ലാതെ, ആ പദ്ധതിയുടെ അടിസ്ഥാന വിവരങ്ങളല്ലാതെ അതിലെന്തെങ്കിലും തെറ്റല്ല. മുതൽ മുടക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ മുതൽ മുടക്ക് നടത്തുമ്പോൾ അതിനകത്ത് പ്രധാനമന്ത്രിയെ മാത്രം ഷോക്കേസ് ചെയ്തും ഹൈലൈറ്റ് ചെയ്തും അതിലൂടെ കാട്ടുമ്പോൾ അതൊരു കേന്ദ്ര പദ്ധതിയാണ് എന്ന നിലയിലേക്കുള്ളൊരു തെറ്റിദ്ധാരണാജനകമാണ് എന്ന് കൃത്യമായി മനസ്സിലാകുന്ന നിലയിൽ ആ പരസ്യത്തിൻ്റെ ഒരു ധാരണ എങ്ങനെയാണ് പ്രതീതി സൃഷ്ടിക്കുന്ന വിധമാണ് ആ പരസ്യം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. അല്ലല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. സ്വാഭാവികമല്ലേ, താങ്കൾ BJP-യുടെ പ്രതിനിധിയല്ലേ, ഉറപ്പായും അങ്ങനെയല്ലേ താങ്കൾക്ക് പറയാൻ പറ്റും. അല്ല, BJP-യുടെ പ്രതിനിധി ആയതുകൊണ്ടല്ല, അങ്ങ് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞത്, ആ പരസ്യം കാണുമ്പോൾ സ്വാഭാവികമായും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ ഒരു പരസ്യം കൊടുത്തിരിക്കുന്നു. ആ പരസ്യത്തിൽ സ്വാഭാവികമായും ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണങ്ങളും വിശകലനങ്ങളും കൊടുത്തിരിക്കുന്നു. അത് സ്വാഭാവികമല്ലേ? ഉദ്ഘാടകൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ ചിത്രം വെച്ച് പരസ്യം കൊടുക്കുക എന്നുള്ളത് സ്വാഭാവികമല്ല, അല്ലെങ്കിൽ പേര് വെച്ച് കൊടുക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിൽ സംശയമൊന്നുമില്ല. പ്രധാനമന്ത്രിയുടെ ചിത്രം അതിലുണ്ടാകും, ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങനെ.
ശ്രീ അരുൺകുമാർ ഞാനൊന്ന് തിരിച്ചു അല്ലല്ല ഞാൻ ഒന്ന് തിരിച്ചു വെക്കട്ടെ, എന്താണ് ഒരു കാര്യം കൂടി ആ തിരിച്ചു ആ വെക്കട്ടെ. ഇപ്പൊ നമ്മുടെ ഈ വിഴിഞ്ഞം പ്രോജക്ട് അവസാനന്റെ ആ ഒരു പദ്ധതി ഉദ്ഘാടന ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് 2 ദിവസം മുൻപ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും എല്ലാം അവിടെ സന്ദർശിക്കുകയും അവിടെ മീറ്റിംഗിൽ പങ്കെടുക്കുകയും എല്ലാം ചെയ്യുന്നതിന്റെ ചിത്രങ്ങൾ എല്ലാ ചാനലുകളിലും വന്നു, എല്ലാ മാധ്യമങ്ങളിലും വന്നു. അപ്പൊ അത് അദ്ദേഹത്തിന്റെ കുടുംബ പരിപാടിയോ കുടുംബ പദ്ധതി ആയതുകൊണ്ടല്ലല്ലോ അദ്ദേഹം അവിടെ പോയത്, അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. അപ്പൊ അദ്ദേഹം അവിടെ പോയി കുടുംബത്തെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവിടെ ഒരു പത്രപരസ്യവും ഒരു വാർത്താ പ്രചരണവും നടത്തുമ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ടാകുമല്ലോ സ്വാഭാവികമായും. അത്രയൊന്നും വന്നിട്ടില്ലല്ലോ, ഇത് കുടുംബത്തെ ആരും കൊണ്ടുപോയിട്ടൊന്നുമില്ലല്ലോ, കുടുംബ പരസ്യമൊന്നും ആരും കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും വിഴിഞ്ഞം പ്രോജക്ടിന്റെ ഉദ്ഘാടനത്തിന് 2 ദിവസം മുമ്പ് അത് പൂർത്തിയായി എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട തുറമുഖ വകുപ്പ് മന്ത്രി അടക്കം പങ്കെടുക്കുന്ന ഒരു ചിത്രവും വിവരങ്ങളും എല്ലാം വാർത്താ മാധ്യമങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഇതൊരു കുടുംബ പദ്ധതിയാണ് എന്നുള്ളത് കൊണ്ടല്ലല്ലോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതൊരു പരസ്യമല്ലേ, അതൊരു രാഷ്ട്രീയ പരസ്യമാണ്. ആ രാഷ്ട്രീയ പരസ്യത്തിൽ ആരൊക്കെ ഉള്ളത് യെസ്, ഇപ്പോൾ ക്ലിയർ ആയി. താങ്കൾ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ച് കേന്ദ്ര സർക്കാർ കൊടുത്ത ഒരു രാഷ്ട്രീയ പരസ്യമാണ് എന്ന് വന്നാൽ കേസില്ല, ശരിയാണ്. ആ രാഷ്ട്രീയ താല്പര്യത്തിന്റെ പ്രതിഫലനമാണ് പരസ്യം എന്നാണെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചത് നിങ്ങളുടേതൊരു രാഷ്ട്രീയ പരസ്യമായിരുന്നുവെങ്കിൽ ആ രാഷ്ട്രീയ ആര് പരസ്യം കൊടുത്തു? എവിടെ പരസ്യം വന്നു? സംസ്ഥാന സർക്കാർ ഒരു പരസ്യവും കൊടുത്തിട്ടില്ല. അവിടെ നടന്ന ആ പരിപാടിയെ കുറിച്ച് തെറ്റിദ്ധാരണാജനകമായ ചില വാർത്തകൾ പ്രചരിച്ചു, ആ ചിത്രം ഉപയോഗിച്ച് അതിൽ സർക്കാരിന്റെ വിശദീകരണം വന്നു, മുഖ്യമന്ത്രിയുടെ വിശദീകരണം ഇന്ന് വീണ്ടും വന്നു. അതെല്ലാം നിൽക്കുന്നു. നമുക്ക് അതിലേക്ക് വരാം. അവിടെ താങ്കൾ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞൊരു വാചകമുണ്ട്, രാഷ്ട്രീയ പ്രചാരണം, രാഷ്ട്രീയ താല്പര്യം. അതാണ് ആ പരസ്യത്തിലെങ്കിൽ ആ സംശയം ആളുകൾക്ക് തോന്നുന്നു. ശരത്ത് എനിക്ക് അറിയാതെ പറയുന്ന പ്രശ്നമില്ല, ഞാൻ അറിഞ്ഞുകൊണ്ടാണല്ലോ പറഞ്ഞത്. അതൊരു രാഷ്ട്രീയ പ്രചരണമാക്കാൻ നടത്തുന്ന അത്രയും പ്രചരണം മറ്റൊരു സ്ഥലത്തൊന്നും നടന്നിട്ടില്ലല്ലോ. കേന്ദ്ര ഗവൺമെന്റ് ഒന്നാമത് താങ്കൾ പറഞ്ഞൊരു പെശകുള്ളത്, സംസ്ഥാന സർക്കാർ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പരസ്യം നാളെ ഇതുവരെ കൊടുത്തിട്ടില്ല. കേന്ദ്ര സർക്കാരാണ് ഒരു പരസ്യം കൊടുത്തത്. കേന്ദ്ര സർക്കാരിന്റെ പരസ്യത്തിലാണ് കേരളം എന്ന സംസ്ഥാനത്തിന്റെ അടക്കം വലിയ ഇൻവോൾവ്മെന്റിനെ മറച്ചു പിടിക്കും വിധത്തിലേക്ക് ഒരു ക്രെഡിറ്റ് നേടിയെടുക്കാൻ പാകത്തിന് അത്തരം ഒരു ധാരണ ആളുകളിൽ പരത്തും വിധം ആ പരസ്യം രൂപപ്പെടുത്തിയോ എന്ന ചോദ്യം നിൽക്കുന്നത്. ഞാൻ വരാം. എന്തിനാ പണം മുടക്കി പരസ്യം കൊടുക്കുന്നത്? ഒരു മീറ്റിംഗിൽ അത് പരസ്യമല്ലല്ലോ, അത് തെറ്റായ ഒരു വാർത്തയായി പ്രചരിക്കുകയാണ് ചെയ്തത്. ഒരു തെറ്റായ നിലയിൽ പ്രചരിച്ചു, അതിന് വിശദീകരണം സർക്കാരിന് കൊടുക്കേണ്ടി വരികയാണ് സംഭവിച്ചത്.